യാക്കോബ് 4:15. യാക്കോബ് 4:15. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. പറഞ്ഞ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോഴേ എല്ലാത്തിൻ്റെയും കൂടെ ഇഫ് ഗോഡ് വിൽസ് എന്ന് ചേർക്കണം. മനസ്സിലായില്ലേ? എല്ലാത്തിൻ്റെയും കൂടെ, നിങ്ങൾ എല്ലാ നിയോഗങ്ങളുടെ കൂടെ ചേർക്കേണ്ട ചേരുവകയാണ് എന്താണ്? ദൈവം മനസ്സാകുന്നെങ്കിൽ. പലർക്കും ഉടമ്പടി എടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു ഏഞ്ചൽ തന്നെ, ഏഞ്ചലിൻ്റെ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഏഞ്ചൽ ഈ സാക്ഷ്യം കേട്ടോണ്ട് കിടക്കുകയായിരുന്നു. വേദന അവളെ കുത്തി വേദനിപ്പിച്ച് കിളച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് വേദനയെങ്കിലും ഒന്ന് കുറയാൻ വേണ്ടി ഏഞ്ചൽ മാതാവിനോട് പറയും, അമ്മേ എത്ര പേർക്ക് സ്വപ്നം കാണുന്ന അമ്മ, എത്ര പേര് അമ്മയെ സ്വപ്നം കാണുന്നു. ഉടമ്പടിയുടെ ഏറ്റവും വലിയ, നമ്മളിപ്പോൾ ഈ കാലം ഉടമ്പടി ഇങ്ങനെ മൂത്ത് റൈപ്പായി വന്നൊരു കാലഘട്ടമാണിത്. അപ്പോഴ് അമ്മ നേരിട്ട് വരികയും സംസാരിക്കുകയും സ്വപ്നം കാണുകയും വഴി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കണത്. അപ്പോൾ ഏഞ്ചൽ അമ്മയോട് പറയും, അമ്മേ എനിക്ക് ആരുമില്ല, എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഞാൻ ജീവിക്കുമോ, എനിക്ക് പരീക്ഷ എനിക്കൊരു ജീവിതം ഉണ്ടോ എന്നൊക്കെ അമ്മയോട് കിടന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കും. അപ്പോൾ എത്ര പേർക്ക് അമ്മ സ്വപ്നത്തിൽ രക്ഷപ്പെടാമെന്ന്. എനിക്കൊരു അടയാളം തരാൻ പറയും, എനിക്ക് ജീവിക്കണ്ടേ ചോദിക്കും. കാര്യം എൻ്റെ കാലം എന്നെങ്ങുന്നില്ല, ശരീരം മരവിച്ചു എന്നു. അന്ന് രാത്രിയാകുമ്പോൾ ഒരു 3 മണിയാകും. 3 മണിയാകുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ഒരു സ്ത്രീ വരും. എന്നിട്ട് ഇവളുടെ കയ്യെ കയറി പിടിക്കും, എഴുന്നേക്കാൻ പറയും. എഴുന്നേക്കാൻ പറയുമ്പോൾ അവൾ പറയും, എനിക്ക് എഴുന്നേക്കാൻ പാടില്ലെന്ന് പറയും. എനിക്ക് എഴുന്നേക്കാൻ പാടില്ല, പറ്റത്തില്ല, ഭയങ്കര വേദനയാണ്. ഉടനെ ഇവള്, ഞാനല്ല പറയണത്, മറ്റുള്ളവരുടെ മുമ്പിൽ, യുവാക്കന്മാരുടെ മുമ്പിൽ, യുവതികളുടെ മുമ്പിൽ നിന്നെ ഞാൻ സാക്ഷിയാക്കും, നീ എഴുന്നേക്കാൻ പറയും. ഉടനെ ഇവൾ എഴുന്നേക്കും. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. എത്രയോ ദിവസങ്ങളായ പാവം എഴുന്നേറ്റിട്ട്. അവളിങ്ങനെ എഴുന്നേറ്റ് രാത്രി ഇങ്ങനെ പയ്യെ ഇങ്ങനെ അവൾ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്, അതായത് ഞാനിങ്ങനെ സോഡിയം കുറഞ്ഞു പോയ ആൾക്കാരെ പോലെ ഇങ്ങനെ പാറ്റി പോകണം കണ്ടപ്പോൾ എൻ്റെ അമ്മ താഴെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. എൻ്റെ അമ്മ ചാടി എഴുന്നിട്ട് എൻ്റെ വേറെ ഏഞ്ചൽ എവിടെ പോണ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി കയ്യെ പിടിക്കും. അപ്പോൾ ഏഞ്ചൽ പറയും, അമ്മ എൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ്, എന്നോട് നടക്കാൻ വേണ്ടിയിട്ട് അമ്മ എൻ്റെ കൂടെ നടക്കുകയാണ്. ഉടനെ പറയും, എൻ്റെ പെറ്റമ്മയും പരിശുദ്ധ അമ്മയും എൻ്റെ ഇടവും വലവും പിടിച്ചുകൊണ്ട് എന്നെ ആശുപത്രിയിൽ നടത്തി തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി. പിറ്റേ ദിവസം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ സുഖപ്പെട്ടു. രാത്രി ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, അമ്മ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ കണ്ടു, എന്നെ കൈ പിടിച്ചു നടത്തിയെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനം ആധ്യാത്മികത ഈ തലമുറയോടുള്ളൊരു പ്രതികാരമാണ്. കാരണം ഞാൻ അച്ഛനായ കാലം മുതൽ
ഇങ്ങനെ യേശു ഏകരക്ഷകൻ എന്നുള്ള ബൈബിളിൻ്റെ അടിസ്ഥാന വെളിപാട്, അതിൻ്റെ പേരിൽ ദൈവം നമുക്ക് മധ്യസ്ഥരായി തന്ന വിശുദ്ധന്മാരെയും സർവോപരി ലോകത്തിന് യേശുവിനെ നൽകിയ അമ്മയെപ്പോലും നിഷേധിച്ചുകൊണ്ട് നമ്മുടെ സഭാതലങ്ങളിൽ പോലും ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴെന്നാ പറ്റിയിരിക്കണത്? അതിനെല്ലാം എതിരെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിവാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയിലുള്ള അനുഭവത്തിലൂടെ യേശുവിനെ കണ്ടെത്തി ജീവിക്കുന്ന സാക്ഷാത്കാരത്തിലേക്ക് കേരള സഭയെയും ലോകസഭയെയും ദൈവം തിരികെ കൊണ്ടുവരികയാണ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം പരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം പരമാതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏഞ്ചലിൻ്റെ മനസ്സിൽ അന്ന് അവളുടെ കൈപിടിച്ച രാത്രിയിലെ അമ്മ ചെവി പറഞ്ഞൊരു സത്യമുണ്ട്. നിന്നെ ഞാൻ ഈ കട്ടിലിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ കാരണം ഉടമ്പടി എടുത്തിട്ട് അത് പാലിക്കാതെ അതിൻ്റെ അനുഗ്രഹവും ആനുകൂല്യം കൈപ്പറ്റാതെ വിശ്വാസം തണുത്തുപോയ ആൾക്കാരെ നിന്നിലൂടെ തിരികെ വിളിക്കാനാണെന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്. യോഹന്നാൻ 15:7 എന്താണ്? യോഹന്നാൻ 15:7 എന്താണ്? എൻ്റെ വചനം പറഞ്ഞേ, എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അപ്പം ഇഷ്ടമുള്ളത് ചോദിക്കാമെന്നുള്ളത് നമുക്കറിയാം. ഉടമ്പടി എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ദിവസം 10 സാക്ഷ്യമാണ് ഇപ്പോൾ അപ്പ് ചെയ്യണത്. 10-20 സാക്ഷ്യങ്ങൾ, 25 സാക്ഷ്യങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ 10 എണ്ണം അപ്പ് ചെയ്യും. അപ്പോൾ 10 എണ്ണം അപ്പ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. കടം, ജോലി, ജപ്തി, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, വീട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആവശ്യമായ അഭിഷേകം. ആൻസി കുമ്പളങ്ങിയ. അപ്പം ആൻസി കുമ്പളങ്ങിയുടെ സാക്ഷ്യത്തിൻ്റെ സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കണേ. ആൻസി കുമ്പളങ്ങി എന്ന് നമ്മുടെ നാട്ടുകാരിയാണ്. അവർ കല്യാണം കഴിച്ച് വിട്ട ആളാണ്. പക്ഷേ അവളെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം അവളുടെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, ആങ്ങളയുണ്ട്. ആങ്ങള കല്യാണം കഴിച്ചതാണ്. അപ്പം 4 പേരുണ്ട്. പക്ഷേ എന്നാ പറ്റിയ വെച്ചാൽ ആങ്ങള മദ്യപാനം തുടങ്ങി. അപ്പോഴത് രാത്രിയും പകലും കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്താ, കുടി വന്നു കഴിഞ്ഞാൽ വെളി ഉണ്ടാകത്തില്ലല്ലോ. ജീവിതത്തെക്കുറിച്ച് വെളിവില്ല, വരുമാനമില്ല, ജീവിക്കാൻ മാർഗമില്ല. ഭാര്യ വഴക്കിട്ട് പോയി. എവിടെയാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ആ രീതിയിൽ പോയി കളഞ്ഞ്. പിന്നെ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ദുരന്തം. അപ്പോൾ ഒരാൾ കുടുംബത്തിൽ നിന്ന് തകർന്നാൽ മൊത്തം തകരുവേ. അടുത്ത ദുരന്തം എന്താ? അടുത്ത ദുരന്തം വീടിന് ജപ്തിയായി.
അപ്പോൾ വരുമാനം ഇല്ലാതെ കടമ്പയുടെ ജീവിച്ചു കഴിഞ്ഞാൽ വീട് പിന്നെ പണയം വെക്കുക, ജപ്തിയായി കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും രോഗിയാണ്, വീട് ജപ്തിയുമാണ്. ആങ്ങളെ വെള്ളമടിച്ച് നാട്ടിൽ കറങ്ങി നടക്കണം. ഇപ്പം ആങ്ങളെയും കാണാനില്ല. അപ്പം ജീവിതം പോണ പോക്ക് കണ്ടില്ലേ, അങ്ങ് ജീവിതം മുങ്ങിപ്പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ഇവൾ വന്ന് ഈ ആൻസി വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ആങ്ങള മദ്യപാനം ഉപേക്ഷിക്കണം. അമ്മയ്ക്ക് മാനസിക രോഗമായിരുന്നു. ആങ്ങളെ മദ്യപാനം ചെയ്ത് വീട് വിട്ട് ഇറങ്ങി ആങ്ങളുടെ ജീവിതം തീർന്നപ്പോൾ അതിൻ്റെ വ്യസനം തലക്കടിച്ചിട്ട് അമ്മ ആൻസി പറയണത്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് പോലും അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല, ഇരുട്ടത്ത് കുത്തിയിരിക്കണ കണ്ട് അമ്മയ്ക്ക് എന്നെ നിങ്ങളൊന്ന് നോക്കി ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ട. മകൾ കയറി ചെന്നിട്ട് അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്തൊരു മാനസികാവസ്ഥയായിരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് വീടിന് ജപ്തി വരണത്. പിന്നെ ജപ്തി എന്ന് വെച്ചാൽ അവർ ഈ ആൻസർ തന്നെ ഭർത്താവുമായിട്ട് ആലോചിച്ച്, ഭർത്താവ് നല്ല ഭർത്താവാണെന്ന് തോന്നുന്നത്, അദ്ദേഹം പറഞ്ഞ് നമുക്ക് കടമൊക്കെ മേടിച്ചാലും വീട് വിട്ട് അവർ ഇറങ്ങിപ്പോയാൽ ശരിയാകത്തില്ലല്ല. അപ്പോൾ വീട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കടം മേടിച്ചാലും ജപ്തി പരിഹരിക്കാം. കാര്യം അവർ രണ്ടുപേരും ദിവസകൂലി പണിക്കാരാണ്, അല്ല വലിയ പണക്കാരല്ല, ദിവസകൂലിയായിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് മനസ്സുള്ളത് കാരണം അപ്പനും അമ്മയും അവിടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവർ കടം മേടിച്ച് ജപ്തി ഒഴിവാക്കി കൊടുത്ത്. പക്ഷേ ജപ്തി ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ട് അടുത്ത കുരിശു തന്നെ. എന്നാ കുരിശു വന്നത്? ഭയങ്കര പ്രളയം വന്ന് മഴ പെയ്ത് ഭയങ്കര പ്രളയമായി, വീട് ഒടിഞ്ഞു പോയി. വീട് പഴയ വീടായിരുന്നു, അത് ഒടിഞ്ഞു പോയിട്ട്, അത് ഇടിഞ്ഞു പോയിട്ട് അപ്പനും അമ്മയും അകത്തായിപ്പോയി. പിന്നെ മരിച്ചില്ല. ഇവർ രണ്ടുപേരും കൂടി ചെന്ന് അപ്പനും അമ്മയും പുറത്താക്കിയിട്ട് പോയി ഒരു വാടക വീട് കണ്ടുപിടിച്ച് അപ്പനും അമ്മേനെയും വീട്ടിലോട്ട് മാറ്റി. അപ്പോൾ ഈ ഉടമ്പടി എന്നിട്ട് ഈ ഉടമ്പടി നമുക്ക് ഉടമ്പടിയിലൂടെ പോകുമ്പോഴാണ് വീടൊക്കെ ഒടിഞ്ഞ് വീഴണം നോക്കണം. പക്ഷേ ഇവർ പരാജയപ്പെടാൻ തയ്യാറല്ല. അവരെ പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചൊല്ലി അതിനിടയ്ക്കുള്ള ഉടമ്പടിയുടെ നിങ്ങളിപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ. അപ്പോൾ വചനം നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത്. അത് ഓർത്തേക്കണം. നിങ്ങൾക്ക് വേറെ പണിയില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വചനം നിലനിൽക്കണം. എന്താണ് ഒരു വചനം? നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ പ്രസംഗിക്കാൻ നമുക്ക് ചാതുര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണത്. അപ്പോൾ വചനം നിവൃത്തിയാക്കുകയാണ്. എന്താ കാര്യം? നമ്മൾ വചനത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ചോദിക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഓർക്കണം, ഈ ഉടമ്പടിയുടെ മെയിൻ സംഭവം പ്രേക്ഷിത പ്രവർത്തനമാണ്. അല്ലാതെ പ്രത്യക്ഷ പ്രാർത്ഥന മാത്രമല്ല, പ്രേക്ഷിത പ്രവർത്തനമാണ് ഇതിൻ്റെ സംഭവം. അതിൻ്റെ ഇവാഞ്ചലേഷൻ പ്രവർത്തനം, അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യം, അത് ലോകത്തിന് പാപത്തിന് പരിഹാരമായിട്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നെങ്കിൽ സുവിശേഷത്തിൽ അവൻ വിശ്വസിക്കണം. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തെ അനുതാപപ്പെടണം. അപ്പം അനുതാപമാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. അത് ഭൂമിയുടെ അതിർത്തി വരെ അനുതാപം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. സുവിശേഷത്തെ വിശ്വസിക്കാനാണ്. സുവിശേഷം വിശ്വസിക്കണത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചവർ അവർ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനം, അങ്ങയുടെ നാമം ലോകത്തിന് കൈമാറിക്കൊണ്ട് അവരുടെ പാപക്കറകളിൽ നിന്ന് യേശു നാമത്തിലെ അവർ അനുദപിച്ചുകൊണ്ട് യേശു നേടിയെടുത്ത നിത്യജീവനിലേക്ക് കൃപകളിലേക്ക് മനുഷ്യരാശിയെ സ്വീകരിക്കുന്നതിനായി സുവിശേഷത്തിന്റെ ഉപകരണമാക്കി എന്നെ അഭിഷേകം ചെയ്യണമേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഒരുമിച്ച് പാടുക, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് യേശുനാമം അതിശയനാമം
ഈഴേനിക്കുമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഈഴേനിക്കുമ്പനാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടുത്തിരുന്നു വല്ലഭത്വമുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടുത്തിരുന്നു വല്ലഭത്വമുള്ള നാമം ശ്രീയേശുനാമം അതിശയനാമം ഈഴേനിക്കുമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഈഴേനിക്കുമ്പനാമം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഈ സുവിശേഷം കൈമാറ്റപ്പെടണം, വചനം ആൾക്കാർ വിശ്വസിക്കണം, വിശ്വസിച്ച് യേശുനാമത്തിൽ പാപക്ഷമ സ്വീകരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണത്, നമ്മുടെ ആഗ്രഹമല്ലത്. ഈ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുകയും വ്യഗ്രത കൊള്ളുകയും വിഷമിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് ലോകം ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത്. ആ ദൈവത്തിൻ്റെ ഒരു വിഷമം ആർക്കാണ് വിഷമമായി തീരണത്? അവരാണ് ദൈവത്തിൻ്റെ വേലക്കാരായിട്ട് മാറണത്. അത് ആർക്കുമാകാം. നിങ്ങളീ പത്രം കൊടുക്കുമ്പോഴേ, ഇപ്പോൾ ആൾക്കാരൊക്കെ പത്രം കൊടുക്കുമ്പോൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഞാൻ ഇന്ന് വെളുപ്പിന് ഒരു സാക്ഷ്യം വായിച്ചു. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 അഭിഷേകത്താൽ നിറയ്ക്കണമേ ഈശോയെ. കൈമാറുവാനായിട്ടുള്ള അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ. യേശുവേ ആരാധന ആരാധന. ആ സാക്ഷ്യത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ചേച്ചിയാണ്, ഇടുക്കിയിലൊരു ചേച്ചിയാണ്, പേര് ഞാൻ മറന്നുപോയി. അവരുടെ ഇന്നലെ മറ്റേ പറഞ്ഞ സാക്ഷ്യമാണത്. അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവർ ഏലത്തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു മോൾ അവിടെ ഈ സാക്ഷ്യം ഇങ്ങനെ മൊബൈലിൽ തുറന്ന് വെച്ചുകൊണ്ട് വരും. അവളുടെ സ്ഥിരം പരിപാടിയാണ് സാക്ഷ്യം കേട്ടുകൊണ്ട് നടക്കുക. ഈ മനുഷ്യന്മാരൊക്കെ മാറിപ്പോയിപ്പോൾ. അവളതിന് ഏലത്തോട്ടത്തിൽ പണി ചെയ്യാൻ വരുമ്പോൾ ഈ സാക്ഷ്യം ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോൾ ഏലത്തോട്ടത്തിൽ പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവരോട് ചോദിക്കും, മകളെ ഇത് എവിടെ നിന്നാണ്, ഏത് മാതാവാണ് എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ആലപ്പുഴ മാതാവാണ്. അത് അവർക്കറിയാവുന്ന ഭാഷ പറയും. പക്ഷേ ജനങ്ങളിത് വിശ്വസിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ ശരീരത്ത് മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നു. ഇവളുടെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നു, വേദനയുള്ള വെള്ളപ്പാണ്ടുകൾ. ഇവളുടെ ജീവിതത്തിൽ പെങ്കൊച്ചല്ലേ, അപ്പം അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു മരണകരമായ വേദന അനുഭവിക്കുന്ന വിഷയമാണിത്. ഇവൾ ഇങ്ങനെ ഒരു പത്രം കിട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അമ്മയെ നേരിട്ട് കണ്ട്, കാശുണ്ടായിട്ട് വന്നതല്ലേ, അവിടെ നിന്നൊക്കെ വരണമെങ്കിൽ വലിയ പാടാ. അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ വെള്ളപ്പാണ്ട് മാറ്റണം, വേറെ ഒന്നും എൻ്റെ ജീവിതത്തിൽ കിട്ടിയില്ലേ കുഴപ്പമില്ല, കരിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് ഉപ്പും ഉടമ്പടി തൈലം കൂടി തേച്ച് ഇവിടെ വെള്ളപ്പാങ്ങണ്ട് സെക്കൻഡുകൾക്ക് മായാൻ തുടങ്ങി. അപ്പോൾ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റുള്ളവർ കണ്ട്, ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന വേറെ ആൾക്കാർ ഇത് കണ്ട്, അപ്പോൾ പിന്നെ അവർ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഈ സുവിശേഷം പ്രചരിക്കുന്നത്? അപ്പോൾ ഒരു മകളിലൂടെ, ഇപ്പം നിങ്ങൾ നോക്കിയ എന്നിട്ട് വേറെ ഒരു ചേച്ചി ഇത് കേട്ടിട്ട് പറഞ്ഞ്, അമ്മേ, അപ്പം അവളുടെ വീട്ടിൽ കുറേ പ്രശ്നം. കാര്യം അത് മകൾക്ക് ജർമ്മനി പോകണം, പക്ഷെ അവൾ പഠിച്ചിട്ടും തലയിൽ കയറണില്ല, പോകാനുള്ള പരീക്ഷയ്ക്ക് തോറ്റും പോണ പോലെ അവൾക്ക് ആത്മവിശ്വാസമില്ല. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടിട്ട് ചേച്ചി പറഞ്ഞ്, ഞാനൊരിക്കൽ അമ്മയെ പോയി കാണും. അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പം പറയണത് അമ്മയെ പോയി കാണുമെന്നൊക്കെയാണ് പറയണത്. കാര്യം ഇന്ന് വെളുപ്പിന് വേറെ ഒരു സാക്ഷ്യം കേട്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അത് രമ്യ കൃഷ്ണനാണ്. രമ്യ കൃഷ്ണൻ്റെ സാക്ഷ്യം എന്ന് പറയണത്, രമ്യ കൃഷ്ണൻ പ്രഗ്നൻ്റാണ്. പക്ഷെ അവളുടെ മകൾക്ക്, മൂത്ത മകൾ 3.5 വയസ്സുള്ള കുഞ്ഞുണ്ട്, അവൾക്ക് ഹാർട്ടിൻ്റെ അസുഖമായിട്ട് അവളെ ഈ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി. RCC ക്യാൻസറായിട്ട് RCC കൊണ്ടുപോയി.
അപ്പോൾ കുഞ്ഞ് ഒറ്റക്ക് പോയത് കാരണം ഈ ഗർഭിണിയായി ഇവർക്ക് പോകാൻ പറ്റണില്ല. ഒന്ന് നോക്കിയാൽ ഓരോ മനുഷ്യന്മാർ വിഷമിക്കുന്ന വിഷമം കണ്ടില്ലേ. അവൾ ഗർഭിണിയായത് കാരണം 4-5 മാസം പറ്റിയാണ്. അവിടെ ഈ സങ്കടപ്പെട്ട് കുഞ്ഞിൻ്റെ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് അമ്മയെ, അവൾക്കാണെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ ഗുരുതരമായ അസുഖമാണ്, ചിലപ്പോൾ തിരിച്ച് കുഞ്ഞ് വരത്തില്ല. അത് ഈ അമ്മയ്ക്കറിയാം, ചങ്കക്കൊണ്ട വിഷയമാണിത്. അപ്പോൾ ഈ കുഞ്ഞ് പോകണമെന്ന് നോക്കി കണ്ണീരോടെ കൈയും കാണിച്ചോടെ നിൽക്കുകയാണ്. അപ്പോൾ അവൾ പോയി, അവിടെ അഡ്മിറ്റായി, അവൾ ഐ സിയിലാക്കി. ഒരു ദിവസം അവളുടെ അസുഖം പെരുത്ത്. പിന്നെ ഗർഭം ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ല, കുഞ്ഞിനെ കാണേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെടച്ചല്ലി എറണാകുളത്ത് നിന്നിട്ട് അവിടെ ഇതിലേ പോയപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ വന്ന് അമ്മയെ കണ്ട്, എന്നിട്ട് പൊട്ടിക്കരഞ്ഞ്, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ പോവുകയാണ്, ഞാൻ പോയിട്ട് എന്ത് കാര്യം, നീ വരാതെ നീയും കൂടി വരണേന്ന് പറഞ്ഞുകൊണ്ട് പോയി. എൻ്റെ ദൈവമേ, ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. പിന്നെ അമ്മ ഇവളുടെ കൂടെ പോകും, ഇവിടെ ആ കുഞ്ഞിനെ വീണ്ടെടുക്കേണ്ട സംഭവമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. അതായത് എന്താ വെച്ചാൽ ഇപ്പം ആൾക്കാരൊക്കെ സംസാരിക്കണത് നേരിട്ട് സംസാരിക്കുക, നമ്മൾ ഈ മനുഷ്യന്മാരെ പോലെ നമ്മളുടെ കൂടെ വരിക, ഇതൊക്കെ ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകണത്. എത്രയോ പ്രാവശ്യം കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നൊക്കെ, എന്നിട്ട് ഈ മനുഷ്യന്മാരാരും വിശ്വസിച്ചില്ല. ദൈവത്തിന് നമ്മുടെ കൂടെ വന്ന് നമ്മളെ സന്ധിക്കാനുള്ള കൊതിയാണ് അമ്മരൂപമായിട്ട് മാറണത്. അതാണ് അമ്മ പറയണത്, ഈശോ പറയണത് ഇതാ നിൻ്റെ അമ്മയെന്ന്. ഈശോ തന്നെയാണ് അമ്മയിലൂടെ പ്രവർത്തിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ, എന്തു നല്ലമ്മ എന്നോട് അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. അപ്പോഴേ നമ്മൾ ആ ഇടുക്കിയിലെ സാക്ഷിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട ഒരു ചേച്ചി, ആ ചേച്ചിയുടെ മോൾക്ക് ഇതുപോലെ പഠന തകർച്ചയാണ്, പ്രൊഫഷൻ തകർച്ചയാണ്. അപ്പോൾ അവർ നോക്കിയിട്ട് അവരുടെ മുമ്പിൽ മാർഗമൊന്നുമില്ല. അപ്പോൾ അവർ പറയണത് എനിക്കും ഒരു ദിവസം അമ്മയെ പോയി കാണണം, എൻ്റെ മകളുടെ കാര്യങ്ങൾ പറയണം. പക്ഷേ എന്നിട്ട് അവരെന്നാ ചെയ്ത്, അവർ പറഞ്ഞ് നാളെ മുതൽ ഞാനും ഏലത്തോട്ടത്തിൽ പണിക്ക് വരാം, എൻ്റെ കാശില്ല, ആലപ്പുഴ വരാൻ കാശില്ല, അതുകൊണ്ട് ഞാനും ഏലത്തോട്ടത്തിൽ പണിക്ക് വരാം. ഇപ്പോൾ ഏലത്തോട്ടത്തിൽ പണിക്ക് ചെന്ന് ഒരാഴ്ച ആയപ്പോൾ അവർക്ക് 4000 രൂപ കിട്ടി. ആ 4000 രൂപയും കൊണ്ട് അവരിവിടെ വരും, അമ്മയെ കാണും, ഉടമ്പടി ചെയ്യും. പിന്നെ ഉടമ്പടിയിൽ ഇവരെന്താ ചെയ്യുന്ന, ആദ്യ കാലങ്ങളിൽ ഇവർക്ക് ഉടമ്പടിയിൽ ഇവർ പത്രം കുറച്ചൊക്കെ കൊടുക്കും, കുറച്ച് കൊടുക്കത്തില്ല. മകളും കുറച്ച് കൊടുക്കും, കുറച്ച് കൊടുക്കത്തില്ല. എന്നിട്ട് അത് കാര്യമായിട്ട് എടുത്തില്ല അവർ പത്രം കൊടുക്കണത്. അതിൻ്റെ അകത്തല്ല കാര്യം ഇരിക്കണത്. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം കൈമാറ്റത്തിലാണല്ലോ കാര്യം ഇരിക്കണത്, ദൈവത്തിൻ്റെ കാര്യം ഇരിക്കണത്. ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് മാത്രം പ്രയോജനമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും, പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് ആൾക്കാർക്ക് പറയണത്, ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു, എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ആ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ഒന്നും കൊടുക്കത്തില്ല. ഇത് അവർ ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. അത് തന്നെ പരിപാടി. അങ്ങനെ കുറച്ച് ചെയ്ത് കുറച്ച് ചെയ്യാതെ എന്തിന് ഇവരുടെ ഉടമ്പടി ശരിക്കും ഫ്രൂട്ടാകുന്നില്ല. അപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് ഉടമ്പടി പുതുക്കണമല്ലോ. പുതുക്കാൻ നേരത്തെ പിന്നെ കുഞ്ഞിന് പരീക്ഷയായി. അപ്പോൾ അവൾ എറണാകുളത്ത് വന്നപ്പോൾ ആ എറണാകുളത്ത് നിന്ന് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് രണ്ടാമത് ഇവർ ഉടമ്പടി പുതുക്കിയിട്ട് പോകുന്ന ഒരു കാഴ്ച ഉണ്ട്. ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ അവർ പറയണ് ഞാനിനി എൻ്റെ ഉടമ്പടി കറക്റ്റ് ചെയ്യും. അതിൽ എൻ്റെ നാട്ടിൽ കൂടി തമിഴ്നാട്ടിലേക്ക് ഒരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് തമിഴ് പത്രമോ ഹിന്ദി പത്രമൊക്കെ വാങ്ങിച്ച്, എന്നിട്ട് എനിക്ക് ആ തമിഴ് വണ്ടിയിൽ എനിക്കറിയാവുന്നൊരു കണ്ടക്ടറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കി പത്രം പിടിച്ച് ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ പോകും. കുറേ ഉണ്ട്, 2-3 കിലോമീറ്റർ ഉണ്ട് ആ തമിഴ് വണ്ടി പോകുന്ന ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടി. അവരോടെ പോയിച്ചും വണ്ടി വരുമ്പോൾ കണ്ടക്ടറിനോട് പറയും നിങ്ങൾ ഈ വണ്ടി എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ഇത് തേനിയിലോട്ടാണ്. അപ്പം ഇത് തമിഴ് പത്രമാണ്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ദൈവവേല ചെയ്യണം.
ഇത് നിങ്ങളവിടെ വിതരണം ചെയ്യണമെന്ന് പറയും. പരിചയം ഉണ്ടായിരുന്നത് കൊണ്ടും അതുകൊണ്ട് ആ ചേട്ടൻ പോയി തമിഴ് പത്രം മേടിച്ച് തേനി കൊണ്ടുപോയി വിതരണം ചെയ്യും. എന്നിട്ട് ഇവിടെ കയ്യിരിക്കുന്ന പൊതിച്ചോറ് കൊണ്ടുവന്ന് ആ സ്ഥലത്തുള്ള ഇടുക്കിയിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് അവിടെ ഇരിക്കണ ഇരിപ്പ് രോഗികളെയും ബൈസ്റ്റാൻഡേഴ്സിനെയും കണ്ടിട്ട് ഇവർ ഭക്ഷണമൊക്കെ കൊടുക്കും. ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, മനുഷ്യന്മാർ, നിങ്ങൾക്കറിയോ ഇന്നത്തെ കാലത്ത് ഈ ഉടമ്പടിയുടെ പേരിൽ ഒരു ദിവസം തന്നെ ഒരു 10 ലക്ഷം രൂപയെങ്കിലും മനുഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് വസ്ത്രങ്ങൾ ആൾക്കാരെ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു MP ഇവിടെ വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, അച്ഛനൊരു ആശുപത്രി തുടങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞേക്കുന്നത്, KPO ഞാൻ ബിഷപ്പ് ആശുപത്രി തുടങ്ങിയില്ല, അച്ഛനും തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യൻ അല്ലാഞ്ഞ കാരണം ഞാൻ പറഞ്ഞു, സാറേ ഇത് രണ്ടും 2 മിഷനാണ്. ഞാൻ ചെയ്യണത്, ഞാനിവിടെ ഒരു ആശുപത്രി തുടങ്ങിയിട്ട് ആൾക്കാർക്ക് മരുന്ന് പകുതി വിലക്ക് കൊടുക്കുന്ന പരിപാടിയല്ല ഇത്. ജനങ്ങളെ തന്നെ കൊടുക്കാൻ വേണ്ടി എക്വിപ്പാക്കുകയാണ്. അവളുടെ കൈവശം എത്ര അപ്പമുണ്ടോയെന്ന് ഈശോ ചോദിച്ചില്ലേ, അത് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ. അപ്പം ജനങ്ങളുടെ കൈവശമുള്ളത് എന്താണ്? വിശ്വാസമോ അപ്പമോ വസ്ത്രമോ പണമോ ഭക്ഷണമോ എന്താണ്? അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ഞാൻ കൊടുപ്പിക്കുക. ശരിക്കും പറയണേ, ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിലാണ്. അല്ല എവിടെയെങ്കിലും ഒരു സെൻട്രലൈസ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അവസാനം ആശുപത്രി കച്ചവടമാണ്, വിദ്യാഭ്യാസം കച്ചവടമാണെന്നുള്ള ചീത്തപ്പേരാണ് നമ്മൾ ഇത്തരങ്ങൾ കഷ്ടപ്പെട്ട് നമുക്ക് ഉണ്ടായത്. കഷ്ടപ്പെടാനുള്ള എല്ലാം കൃത്യ ആവശ്യമുള്ള അഭിഷിക്തന്മാർ സന്യസ്തരുമൊക്കെ ശരിക്കും ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. പക്ഷേ പേരെന്താ? കച്ചവടമാണെന്ന പേര്. പക്ഷെ എനിക്കതറിയാവുന്നതുകൊണ്ട് ഞാൻ പണ്ട് പോലെ സുവിശേഷ കൈമാറ്റത്തിന് ഈ വേറെ ഒരു നിലവാരം തരാൻ വേണ്ടി എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി തരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അമ്മ തരുമ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയാണ് പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ നമുക്ക് തന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഇപ്പോഴേ ഈ ജനങ്ങളെ അവരുടെ കൃപയിൽ നിന്നും അവരുടെ വിശ്വാസത്തിൽ നിന്നും അവരുടെ സമൃദ്ധിയിൽ നിന്നും അവർ ദാനം ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ ആളായ്മയായിട്ട് ജനങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ലോകം മുഴുവൻ വ്യാപിച്ച് പുളിമാവ് പോലെ പരക്കുന്ന സുവിശേഷ പ്രയോഗ പ്രവർത്തന മുന്നേറ്റത്തിലെ എന്നെയും കരുവാക്കിയതിലെ എന്നെയും ഉപകരണമാക്കിയതിലെ ഞാൻ എനിക്ക് നന്ദി പറയുന്നു. എന്നെ ഈ കൃപയിലെ അങ്ങ് നിലനിർത്തണമേ. അപ്പോൾ ഈ ചേച്ചി കൃത്യമായിട്ട് രണ്ടാമത് ഘട്ടത്തെ പുതുക്കി കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ സ്പിരിറ്റ് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ മിഷൻ കൃത്യമായിട്ട് ദൈവസ്നേഹത്തോടെ ചെയ്യാൻ തുടങ്ങി. കാര്യം വെച്ചാൽ വെറുതെ കൊടുക്കുകയല്ല, ഉറപ്പ് വരുത്തും. നമ്മൾ കൊടുക്കണ നമ്മൾ കൊടുക്കണ ഭക്ഷണം അർഹമായ സ്ഥലത്താണ് കൊടുക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവരോട് കർത്താവിനെക്കുറിച്ച് പറയും. കൊടുത്തിട്ട് പോരുകയല്ല പ്രശ്നം. അങ്ങനെ പറയാൻ പറ്റാത്ത ചാതുര്യമില്ലാത്തവർക്കാണ് പത്രം കൊടുക്കണത്. മനസ്സിലായില്ല? പത്രം കൊടുത്താൽ ചെറുക്ക് പറയാൻ പറ്റത്തില്ല, അറിയത്തില്ല പറയാൻ. അതുകൊണ്ട് പത്രം കൊടുക്കും. പത്രം കൊടുക്കുമ്പോൾ എന്താണ്? ചവർ പോലെ സാക്ഷ്യം പെയ്ത് കിടക്കുകയില്ലേ പത്രത്തിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും സുവിശേഷ കാലത്തിൻ്റെ ഒരു പുതിയ കാല പതിപ്പുകളാണ് നിങ്ങളുടെ കയ്യിൽ വരണത്. അത് തൊടുന്നപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം അതെല്ലാം ആൻസർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഇതിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ മുതൽ മുടക്കിയാൽ, ദൈവസ്നേഹത്തിൻ്റെ മുതൽ മുടക്കിയാൽ, പ്രത്യാശയുടെ മുതൽ മുടക്കിയാൽ ഇതിന് കറക്റ്റ് റൈറ്റായിട്ടുള്ള റിട്ടേൺസ് ഉണ്ടെന്ന് ഇപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ആൾക്കാരിപ്പോഴേ പഴയതുപോലെ പമ്മലൊന്നുമില്ല. നേരിട്ട് ചൊവ്വേ എത്ര വഴക്ക് കേട്ടാലും ആക്ഷേപിച്ചാലും
അവർ പറയും നാളെ നിങ്ങളും വരും. ഇപ്പം ഞാനിപ്പോൾ ഇടുക്കിയിലെ ചേടുത്തി ആലപ്പുഴയ്ക്ക് കൂട്ടുവരാൻ വേണ്ടി ഒരു ചേടുത്തിയോട് പറഞ്ഞ് അപ്പോൾ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ വരണ ദിവസം വിളിക്കാൻ ചെന്നപ്പോഴുണ്ടല്ലോ അവിടെ ഒരു ബ്രദറുണ്ടായിരുന്നു. പണ്ട് മാതാവിനെ ഇല്ലാതെയൊക്കെ പ്രസംഗിച്ച് നടന്ന ബ്രദറാണെന്ന് തോന്നണം. ബ്രദർ പറഞ്ഞ് നിങ്ങൾക്ക് എന്താ പ്രായം, ഇവിടെ തന്നെ ഉണ്ടല്ലോ 100,000 മാതാവ് എല്ലാ പള്ളിയിലും, പിന്നെ നിങ്ങളെന്താ വഴി കെട്ടിയെടുത്ത് ആലപ്പുഴ ഓടണത്, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ ചേർത്തി പറഞ്ഞ് അയാളെ ഭർത്താവിനെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകണമെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ട്, അവർക്ക് ഛർദ്ദിക്കും, ചിലപ്പോൾ ഛർദ്ദിച്ചാൽ ബോധം കെട്ടുപോകും. അപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ വണ്ടിയെ കയറി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, ആരും എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞവരും വരണില്ല, ഞാൻ ഛർദ്ദിച്ച് ബോധം കെട്ടാൽ പിന്നെ അവസ്ഥ എനിക്കറിയാവില്ല, എന്നാലും ഞാൻ പോകും. വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണ രീതി കണ്ടില്ലേ? എന്നിട്ട് അവർ പറയണേ ഞാൻ ഇവിടെ വന്ന് അമ്മയെ കണ്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയതെന്ന്. വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ എന്താണ് അമ്മ കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം പറയും, വിശ്വാസം കാണിക്കാൻ പറയും. നമ്മുടെ കൈവശം എന്തുണ്ടെന്ന്, നിങ്ങളുടെ കൈവശമുള്ള വിശ്വാസം ദൈവം പറയും, കാണിക്കാൻ പറയും. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉദാഹരണത്തിന് ആ തളവായ രോഗിയുടെ കാര്യം തന്നെ എടുത്തേ. തളവായ രോഗിക്ക് അയാൾ ഒരു പ്രത്യാശമില്ലാത്ത ഒരു സാഹചര്യത്തിൽ തളർന്ന കോശങ്ങൾ മരിച്ച ഞരമ്പ് തളർന്ന ഒരു മാംസപിണ്ഡമായിട്ട് ഈച്ചയും പിടിച്ച് കിടക്കുന്ന ആളാണ്. ഈ ആളിനോടും ഈശ ചോദിക്കുകയാണ്, എന്താണ് നീ ഈച്ച പിടിച്ചാലും കിടക്കുന്ന അവസ്ഥയിലും നിൻ്റെ മാംസപിണ്ഡം തളർന്നാലും ഞരമ്പിന് തളർച്ച വന്നാലും നിനക്ക് ഈശോയ്ക്ക് നീ പ്രിയപ്പെട്ടവനാണ്. അത് ഈ ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലാകും. ആർക്കും നിന്നെ സുഖപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല ഈ ലോകത്ത്, ആർക്കും നിന്നെ സുഖപ്പെടുത്താൻ ഒരു ആഗ്രഹവുമില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് നീ സുഖപ്പെടണമെന്ന്. പക്ഷെ നിനക്ക് ആഗ്രഹം ഉണ്ടാകണം, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കും. അപ്പം പറയും എനിക്ക് നീ പറഞ്ഞതുപോലെ ആരുമില്ല എന്ന് പറയും. അപ്പോൾ ഈശോ പറയും എഴുന്നേറ്റ് നടക്കാൻ പറയും. എഴുന്നേറ്റ് നടക്കാൻ പറയണതല്ല പ്രശ്നം, തളർന്ന ആൾ കട്ടിലും കൊണ്ട് എഴുന്നേക്കണ കാഴ്ച നമ്മൾ കാണുന്നത്. തളർന്ന ആൾ കട്ടിലും കൊണ്ട്, കാര്യം വെച്ചാൽ ഇവൻ്റെ ആഗ്രഹം ഈശോയിലുള്ള വിശ്വാസമാണ് ഇവന് കട്ടിൽ 38 വർഷമായിട്ട് തളർന്നു കിടക്കുന്നവനെ കട്ടിൽ പൊക്കിക്കുന്ന കർത്താവ്. അത് വിശ്വാസത്തിൻ്റെ ഒരു വലിയ സുവിശേഷമാണ്. എന്ന് വെച്ചാൽ നിൻ്റെ വിശ്വാസം വളർത്തു. ആരെല്ലാം വിശ്വാസം അവിഞ്ഞു പോയാലും നീ അത് മൈൻഡ് ചെയ്യരുത്. ഈ മനുഷ്യൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉള്ള ആളാണ്. കുറച്ച് നാളൊക്കെ നിന്ന് ബൈസ്റ്റാൻഡേഴ്സൊക്കെ വണ്ടി വിട്ട് പോയി. ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡറും ഇല്ല, ബൈസ്റ്റാൻഡറൊന്നും ഇല്ല. അയാൾ കറക്റ്റ് കാര്യം പറയും, എനിക്കാരുമില്ലെന്ന് പറയും. അപ്പോൾ കർത്താവ് പറയും ഞാൻ നിനക്കുണ്ടെന്ന് പറയും. കാര്യം ഭാര്യയെ കണ്ടോ ഭർത്താവിനെ കണ്ടോ മക്കളെ കണ്ടോ അല്ലെന്ന് നിന്ന് ഞാൻ ജനിപ്പിച്ചത് എന്നെ കണ്ടാണെന്ന് പറയും. കടികെ ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ മോചക